ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് യൂട്യൂബ് ചെറിയൊരു പണി കിട്ടി. അതുകൊണ്ട് മാത്രമാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ അത് ഓണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓണത്തിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് യൂട്യൂബിൻ്റേതായ ചെറിയൊരു ബാൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും വഴിയേ പറയാം. അപ്പോൾ എൻ്റെ മോണിറ്റൈസേഷനൊക്കെ ചെറിയ രീതിയിലൊന്ന് കട്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് ഇത് വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാനായിട്ട് താമസിച്ചത്. അപ്പോൾ എന്തായാലും ഇത് ഓണത്തിന് ബേസ് ചെയ്ത് ഓണത്തിൻ്റെ ഇടയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണാം. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി വ്ളോഗ് എന്നും കൂടെ വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഈ വീഡിയോനകത്ത് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പം ഞങ്ങളിത് ഓണത്തിന് അത്തപ്പമൊക്കെ ഇടുന്നൊരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം അച്ഛനും അച്ചക്കൂട്ടനും കൂടെയാണ്, എൻ്റെ ചേട്ടൻ്റെ മോനാണ്, അവനും കൂടെയാണ് വന്നിട്ട് മണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി അച്ഛനെ ഹെൽപ്പ് ചെയ്യാനെന്ന രീതിയിൽ അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് നമ്മുടെ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരുതരം ചീരയുണ്ട്, അത് ഒരു ബീട്രൂട്ട് കളറിലെ ആ ചീരയാണ് അരിഞ്ഞ് റെഡിയാക്കിയത്. ബാക്കി പൂക്കളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. വീട്ടിൽ അത്യാവശ്യം റോസ് അങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ ഉണ്ട്, പക്ഷേ അത്തപ്പൂ ഇടാൻ പറ്റുന്ന ചെടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ ലച്ചു, അച്ചുകൂട്ടൻ, നെച്ചുകൂട്ടൻ. ഏറ്റവും ചെറുതാണ് അച്ചുകൂട്ടൻ, മറ്റേത് നെച്ചുകൂട്ടൻ. അപ്പോൾ അത് എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് വാടാമുല്ല, ബന്തി, ജമന്തി ഇതെല്ലാം ഇങ്ങനെ അടത്തി ഇട്ടാൽ മാത്രമല്ലേ നമുക്ക് അത്തപ്പൂ ഇടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും കൂടെ കൂടിയിട്ടിരുന്നാണ് ഓരോ വർക്കും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇരുന്ന് ജമന്തിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ജമന്തി റെഡിയാക്കുന്ന കണ്ടിട്ട് എൻ്റെ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവളും ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ കാണുമ്പോൾ പോസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ വേണ്ട, ആസ് യൂഷ്വൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്ത് നമ്മൾ നമ്മുടെ പണിയെടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ സാധാരണയായിട്ട് എല്ലാ വർഷവും ഞാൻ സാധാരണയായിട്ട് നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ദേ അവിടെ ഇരുന്നിട്ട് അരിയുന്നുണ്ട്. അത് അത്തപ്പൂവിന് വേണ്ടിയിട്ടുള്ള സാധനമൊന്നുമല്ല, നാളെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ ഉള്ളിയൊക്കെ പൊളിച്ച് വയ്ക്കുകയൊക്കെയാണ് അമ്മ ചെയ്യുന്നത്. അവിടെ നേരത്തെ അടുത്ത് നിന്നത് ചേട്ടനാണ്. അപ്പോൾ ദേ വന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഓരോരോ പരിപാടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ അച്ഛനും അച്ചക്കൂട്ടനും കൂടെ ഇവിടെ ഇരുന്ന് വാടാമുല്ല അടുത്താണ്. അത് മാത്രം കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. പിന്നെ ദേ ഈ കാണുന്ന ജമന്തി ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലായിടത്തും ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് ബന്ദി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു കിറ്റായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ജമന്തി ദേ ഓൾമോസ്റ്റ് എല്ലാം അടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് എല്ലാവരും കൂടെ ചേർന്ന്. സാധാരണ ഓണത്തിനാണ് കുട്ടികൾക്കൊന്നും പോകണ്ടല്ലോ, സ്കൂളിലൊന്നും പോകണ്ട, വെക്കേഷനാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ പൂവൊക്കെ ഏകദേശം അവിടെ അടത്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ഈ മണ്ണിട്ട് ഒന്ന് റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ അച്ഛൻ ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി തന്നായിരുന്നു. അപ്പോൾ അത് റൗണ്ടിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ചേട്ടനും കൂടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ചേട്ടൻ എല്ലാം പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത്. ചേട്ടൻ പാത്രമൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് നിരത്തി റെഡിയാക്കി. സത്യം പറഞ്ഞാൽ ഇത് ഉച്ചയ്ക്കൊരു 3 മണി ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ മണ്ണ് സെറ്റാക്കി ഡിസൈൻ വരച്ച് വന്നപ്പോഴത്തേക്കും രാത്രിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം അത്തപ്പൂട്ട് സെറ്റാക്കി വെക്കും. തിരുവോണത്തിന് അത്തം ഇടാറില്ല. ഇവിടെയൊക്കെ പൊതുവെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റായിട്ട് പറയുക. അപ്പോൾ ഈ ഡിസൈൻ വരയ്ക്കുന്ന ഒരു കഷ്ടപ്പാടാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഞാൻ ഒറ്റയ്ക്കിടുന്നൊരു ടൈമിൽ ഡിസൈനൊക്കെ എൻ്റെ തന്നെ, പിള്ളേരെപ്പോഴും ഉണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ വരച്ച് എൻ്റെ സ്ഥിരം ഡിസൈനൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചേട്ടനും അഖിലും ഏറ്റെടുത്ത സ്ഥിതിക്ക് അവരിതേ പ്രൊഫഷണലായിട്ട് എന്തൊക്കെയൊക്കെയോ വരയ്ക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിത് ആ പൂവൊക്കെ ഇട്ടിട്ട് ഈ അത്തത്തിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും ആ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചേട്ടനും അഖിലും കൂടെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇവരെന്ത് ഡിസൈനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത്തപ്പൂടുന്നതും ഒരു തരത്തിലൊരു ആർട്ടാണല്ലോ. അപ്പോൾ ചേട്ടൻ അത്യാവശ്യം പടമൊക്കെ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല നീറ്റായിട്ടാണ് ഓരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അടിപൊളിയായിട്ട് തന്നെ എന്തായാലും അത്തത്തിൻ്റെ ഡിസൈനൊക്കെ പുള്ളിക്കാരൻ വരച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചെറിയൊരു പണി തന്നതുകൊണ്ടാണെന്ന്. അത് വേറൊന്നും ആയിരുന്നില്ല, നമ്മുടെ ചാനൽ ഓൾറെഡി മോണിറ്റൈസേഷനൊക്കെ കംപ്ലീറ്റ് ആയതായിരുന്നു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ.ഡിയിൽ ഉണ്ടായിരുന്ന ഒരു ഷോർട്സ് ഞാൻ ഓർക്കാതെ അതെടുത്ത്, എൻ്റെ തന്നെ വീഡിയോ ആണത്, അത് ഞാൻ എടുത്തിട്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. പക്ഷേ അതിന് എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റിന് ആണ് ഒരു ബാൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മോണിറ്റൈസേഷനൊക്കെ കട്ടായിട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റാറ്റസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലോങ് വീഡിയോസൊന്നും അധികമായിട്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലോങ് വീഡിയോസ് അപ്ലോഡൊന്നും ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേറെ റവന്യൂ കാര്യങ്ങളൊന്നും അതിൽ നിന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഷോർട്സൊക്കെ മാത്രം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ തന്നെ സെയിം വീഡിയോ തന്നെയാണ്, പക്ഷേ എന്നാലും അത് വേറൊരാളുടെ ഐ.ഡിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റിന് യൂട്യൂബ് എനിക്ക് ബാൻ അടിച്ച് തന്നത്. അപ്പോൾ എന്തായാലും അത് 20-ാം തീയതി വരെയാണ് എനിക്ക് ആ ബാൻ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അത് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ചാനലിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാണ്. കാരണം ഇത് ഓണത്തിൻ്റെ ഒരു ടൈമിൽ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഓണം കഴിഞ്ഞ് ക്രിസ്മസ് ആവാൻ പോണു, അപ്പോഴാണ് ഞാൻ ഓണത്തിൻ്റെ വീഡിയോയും കൊണ്ടുവരുന്നത്. എന്തായാലും എടുത്തതല്ലേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് അപ്ലോഡ് ചെയ്തു. കണ്ടോ, ഈ ഡിസൈനാണ് അവരിത് ആദ്യം കുറേ നമ്മുടെ മണ്ണിൽ വരച്ച് കഷ്ടപ്പെട്ടത്. അപ്പോൾ മണ്ണിൽ നമുക്ക് ഈ വരയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് അളവൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തായാലും ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്തായാലും ചേട്ടന് തന്നെയാണ്. പുള്ളിക്കാരൻ അത്രയും കഷ്ടപ്പെട്ട് കുറേ എഫേർട്ട് ഇട്ടാണ് മറ്റേ ഓരോ ഇതളൊക്കെ ഇങ്ങനെ ഈർക്കിലൊക്കെ വെച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ അത്തം പൂക്കളൊക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെയാണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറേ രാത്രിയായപ്പോൾ എല്ലാവരും ടയേർഡായി, കാരണം ഉച്ച തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. പിന്നെ അച്ഛനും ഒക്കെ എന്തൊക്കെയൊക്കെയോ ഐഡിയാസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ. ആ ഫൈനൽ മിനുക്കുപണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഫ്രണ്ടാണ് മനു. അപ്പോൾ അവനും ഇതിനകത്തുണ്ടായിരുന്നു. അവൻ പിന്നെ വീഡിയോയിൽ അധികം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി എഫേർട്ട് ഇട്ട് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയ അത്തമാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ഓണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു എങ്കിലും എന്തായാലും വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം എൻ്റെ ബാനൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ പൂർവാധികം ശക്തിയോടെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാനൊരു ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ചെറിയൊരു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക.